അപ്പോൾ അത് ഇതേപോലെ ഞാൻ സോപ്പുകൾ നമ്മൾ തീർന്നിട്ട് വെറുതെ കളയല്ലേ, ചെറിയ ചെറിയ സോപ്പ് കഷ്ണങ്ങൾ നമ്മൾ വെറുതെ ഉപയോഗിക്കാതെ മാറ്റിയിടും. അപ്പം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു തുണി കഷ്ണത്തിനകത്ത് കുറച്ച് ഇതേപോലെ ഒന്ന് വാരിയിട്ടതിന് ശേഷം ഒരു കിഴി പോലെ കെട്ടിയിട്ട്, കുറച്ച് മാത്രം മതി, അറിയാമല്ലോ മണ സോപ്പ് നല്ലൊരു പതയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സോപ്പ് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് അതിനകത്ത് കിടന്നിട്ട് തുണിയൊക്കെ നല്ലൊരു മണവും കൂടെ ആയിരിക്കും. അപ്പം ആവശ്യത്തിനുള്ള സോപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ പാത്രത്തിനകത്താക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൊത്തം എടുത്തില്ല കേട്ടോ സോപ്പ്, കുറച്ച് മാത്രമേ ഞാൻ അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തുള്ളൂ. അപ്പോൾ അത്രയും മാത്രം തന്നെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നേരത്തെ കിട്ടിയ കിഴി നമുക്ക് ഇതേപോലെ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് അതിനകത്ത് കിടന്ന ആവശ്യത്തിനുള്ള ഒരു പതയും മണമൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അത്ര ആവശ്യമില്ലെങ്കിൽ രണ്ടാമത്തെ സെമി ഓട്ടോമാറ്റിക്കാണ്, നമുക്ക് അത് കഴുകുമ്പോൾ തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആ കിച്ചണിൽ ഇതേപോലെ ഒരു കിഴി കെട്ടി ഇടുകയാണെങ്കിൽ നമുക്ക് മീനും ഇറച്ചിയെല്ലാം കണ്ടിച്ച് അതെല്ലാം കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കൈയൊക്കെ കഴുകാനായിട്ട് നല്ലൊരു മണം കിട്ടുന്നുണ്ടോ. അപ്പോൾ പെട്ടെന്ന് ഹാൻഡ് വാഷ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ സോപ്പ് തന്നെ കൈ കഴുകാനാവും പറ്റും. കാരണം മീനൊക്കെ കണ്ടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ ഇതേപോലെ ഇടുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അതേപോലെ നമ്മൾ ഗ്യാസിൻ്റെ ഉണ്ടോ, ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ എണ്ണമയവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അന്നേരം ഇതേപോലെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ ഒന്ന് നനച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണമയവും ഇഴുക്കലും എല്ലാം പോയിട്ട് നല്ലൊരു മണവും കൂടെ കിച്ചണിൽ കിട്ടും. നമുക്ക് ഇതേപോലെ മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷമൊക്കെ അതിൻ്റെ എണ്ണയും അരപ്പൊക്കെ തെറിച്ച് കിടക്കത്തില്ലേ. അപ്പോൾ ഇതേപോലെ നാക്കിയതിന് ശേഷം ഒരു തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി, നല്ല ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ബർണറിടുന്നതിൻ്റെ ആ തട്ടുണ്ടല്ലോ, ആ തട്ടൊക്കെ നല്ല വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കണ്ടോ തുടച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടോ വെട്ടി തിളങ്ങുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ആ സോപ്പ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഞാനിപ്പോൾ 2 ബർണറെ ക്ലീൻ ആക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബർണറിനകത്തൊക്കെ വേസ്റ്റിൻ്റെ ഫുഡൊക്കെ അടിഞ്ഞ് കയറിയിട്ട് പോകാനൊക്കെ പാടായിരിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സോപ്പിൻ്റെ ഇതെല്ലാം അതിനകത്ത് കയറിയിട്ട് അതിനകത്തുള്ള ആ വേസ്റ്റ് അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ഉണ്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബ്രഷ് ഇട്ടൊന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കും പൊടിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിളപ്പിച്ച ആ ഒരു ബാക്കിയുള്ള സോപ്പുകൾ നമുക്ക് കളയണ്ട കേട്ടോ. നമ്മൾ ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ നമുക്ക് വളരെ ഉപയോഗമാണ്. നമ്മുടെ സിങ്കൊക്കെ കഴുകണമെങ്കിൽ അതേപോലെ വാഷ് ബേസിൻ കഴുകണമെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ പഴയ ബർണറാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. ബാക്കി വെള്ളം നമുക്ക് ഇതേപോലെ ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പിക്കകത്ത് ഒഴിച്ച് കൊടുക്കാം. കൈ കഴുകുന്നതിനും അതേപോലെ തന്നെ നമ്മൾ ഈ സിങ്ക്, കിച്ചൺ സിങ്ക്, വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ. വളരെ ഈസിയാണ്. നമ്മൾ അഥവാ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ പോലും ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് ആക്കിയാൽ തന്നെ നല്ലൊരു മണമയമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണമയം മാറില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ എണ്ണമയെല്ലാം മാറിയിട്ട് വെട്ടിത്തിളങ്ങും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അതേപോലെ നല്ലൊരു മണവും കൂടെ കിട്ടും കണ്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ട് ഇതേപോലെ വൃത്തിയാക്കിയെടുക്കാം കണ്ടോ, വെട്ടിത്തിളങ്ങുന്നുണ്ടോ.